നമസ്കാരം. മാർച്ച് സെപ്റ്റംബർ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മനഃപൂർവ്വം തോൽക്കാൻ വേണ്ടി പഠിച്ചിരുന്നില്ല. ശൈലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താം. മാർച്ച് സെപ്റ്റംബർ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് SSLC എഴുതുമ്പോൾ മാർച്ച് മാസത്തിൽ എഴുതുമ്പോൾ 2-3 പേപ്പറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാശിയോടെ പഠിച്ച് സെപ്റ്റംബർ മാസത്തിൽ അതും കൂടി നേടിയെടുത്ത് അടുത്ത വർഷം തന്നെ അഡ്മിഷൻ എടുക്കുക, നഷ്ടപ്പെടാനുള്ള സമയം കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ മാർച്ച് സെപ്റ്റംബർ എന്നുള്ളത് ഒരു സ്ലോഗനായിട്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ മാർച്ചിൽ തോറ്റ സബ്ജക്റ്റുകൾ എങ്ങനെയും കുത്തിയിരുന്ന് പഠിച്ച് സെപ്റ്റംബറിൽ എഴുതിയെടുക്കും, ഒരു വാശിയോടെ എഴുതിയെടുത്ത് SSLC ജയിച്ചിരുന്ന ഒരു കാലം. അപ്പൊ നമ്മളൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ. ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വീണ്ടും അതിജീവിച്ച് വിജയത്തിലോട്ട് പോവുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ സർക്കാർ ആദ്യത്തെ വിജയം കൊണ്ടായിരിക്കാം, ഫസ്റ്റ് ഗവൺമെന്റിന്റെ വിജയം കൊണ്ടായിരിക്കാം, രണ്ടാമത്തെ ഗവൺമെന്റ് എത്ര തന്നെ ജനങ്ങൾ ഉപദേശിച്ചിട്ടും ശ്രദ്ധിക്കാതെ ഇപ്പോൾ അവർ തോൽവി സ്വയം അതിൽ സന്തോഷിക്കുകയാണ്. തോൽവി ലഭിക്കുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു, അതിലവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. കൗണ്ടിംഗ് തീർന്നതിന്റെ അടുത്ത ദിവസം തന്നെയാണ് CPMന്റെ പ്രമുഖ നേതാക്കൾ പ്രതികരിച്ച ചില പ്രതികരണങ്ങളാണ്. There are indications that the left could lose many of its sitting seats. മിക്കവാറും സീറ്റുകളെല്ലാം പോകുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. Of these, the biggest setback could be in the capital district, അടിയറ സെഗ്മെന്റ്. അതിൽ ഏറ്റവും മാരകമായ പ്രഹരം ലഭിക്കാൻ പോകുന്നത് തലസ്ഥാന ജില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഇതിവിടുത്തെ സാധാരണ കോമൺ സെൻസ്, 3 നേരം വേണ്ട, 1 നേരം അരിയാഹാരം കഴിക്കുന്നവർക്ക് വളരെ നേരത്തെ തന്നെ ഇത് പിടികിട്ടിയിരുന്നു തലസ്ഥാനത്തിന്റെ കാര്യം പോക്കാണെന്ന്. പക്ഷെ അത് തിരുത്താനോ ആ കാലിന്റെ അടി കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് തടയാനോ ശ്രമിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മാർച്ചിൽ തോറ്റാലും സെപ്റ്റംബറിലും തോൽക്കണം, അടുത്ത മാർച്ചിലും തോൽക്കണം എന്നുള്ള നയമാണ് സർക്കാർ. അപ്പൊ ഇവിടെ നമ്മളൊരു വെറുതെ ഒരു തോൽവി കൊണ്ട് ഇവരെ ശിക്ഷിച്ചാൽ പോരാ. ഈ തോൽവിയുടെ ഭാഗമായി വരുത്തിയ വീഴ്ചകളുടെ നഷ്ടപരിഹാരം പോലും അതാത് ഗവൺമെന്റുകളിൽ നിന്ന് ഈടാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണം. ഇപ്പോ നമുക്ക് നേരിട്ടറിയാവുന്ന വിഷയം നമ്മുടെ തുറമുഖമാണ്. അവിടെ ഒരു 140 ദിവസത്തെ സമരം സൃഷ്ടിച്ചത് ഈ ഗവൺമെന്റാണ്, വേറെ ആരുമല്ല. ഈ ഗവൺമെന്റാണ് സൃഷ്ടിച്ചത്. അതിലൂടെ ഏറ്റവും കുറഞ്ഞത് 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. അപ്പൊ ആ 200 കോടി രൂപ LDF ഗവൺമെന്റിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ 140 MLA-മാരിൽ ആരൊക്കെയായിരുന്നോ LDF-ൽ ഉണ്ടായിരുന്ന അവരിൽ നിന്നെല്ലാം പിടിച്ചെടുക്കണം. അവരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും എല്ലാം പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ അവരുടെ ആസ്തികളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം വരാതെ ഈ പറയുന്ന തരം മരവാഴ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല. തുടരുകയാണ്, ആ റിപ്പോർട്ടിലെ വാചകങ്ങൾ തുടരുകയാണ്. ഇൻ ദി അതർ 2 seats, തിരുവനന്തപുരം തലസ്ഥാനത്തെ പോകുന്ന പല സീറ്റുകൾ പറയുന്നുണ്ട്. അതിൽ അടുത്ത 2 സീറ്റുകൾ, ഇൻ ദി അതർ 2 seats, കോവളം ആൻഡ് തിരുവനന്തപുരം 2, CPM doesn't see winning chances. സാധാരണ ആന്റി ഇൻകംബൻസി എന്ന് പറയും. ഒരാൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവുകയും അദ്ദേഹം തോൽക്കുകയും ചെയ്യുമ്പോൾ കോവളത്ത് UDF MLA തോൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ LDF തന്നെ മുൻകൂറായിട്ട് പറയാണ് ഞങ്ങൾ അവിടെ ജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തുമാത്രം കുലദ്രോഹമാണ് ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ അവർ വരുത്തിയത് എന്നുള്ളത് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. മൊത്തത്തിൽ അവർ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് എങ്ങനെയാണ് റിസൾട്ട് വരാൻ പോകുന്നതെന്ന്. ദ ലെഫ്റ്റ് ക്യാമ്പ് ഫീൽസ് ദാറ്റ് ദ ടാലി കുഡ് ഡ്രോപ്പ് ടു 6-7 seats ദിസ് ടൈം അറൌണ്ട്. 13 സീറ്റ് ഉണ്ടായിരുന്നു. 13 സീറ്റ് ഉണ്ടായിരുന്ന അണ്ണന്മാർക്ക് ഇപ്പോൾ അത് 6-7 കുറയുമെന്നാണ് പറയുന്നത്. 6 ആണെങ്കിൽ 7 സീറ്റ്, 7 ആണെങ്കിൽ 6 സീറ്റ് കുറയുക. ഒരു വല്ലാത്ത എന്താണ് പറയേണ്ടത്, ഇത്രയും അഭിമാനകരമായ ഒരു നേട്ടം. കയ്യിലുണ്ടായിരുന്ന 13 സീറ്റുകളിൽ 7 എണ്ണമോ 6 എണ്ണമോ നഷ്ടപ്പെടുമെന്ന് പോളിംഗ് തീർന്നതിന്റെ പിറ്റേ ദിവസം
പത്രക്കാരെ വിളിച്ചു വരുത്തി പറയുകയാണ്. CPM sources said, according to reports from districts, the LDF may suffer major setbacks in 3 districts, തിരുവനന്തപുരം, കൊല്ലം ആൻഡ് കോഴിക്കോട്. ഇവിടെ മാത്രമല്ല അടി കിട്ടുന്നത്, മറ്റ് ജില്ലകളിൽ മാരകമായ അടി കിട്ടുമെന്ന് തന്നെയാണ് അവർ കണക്ക്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭരിച്ചത്? നിങ്ങൾ എന്തിനാണ് ജനസേവനം നടത്തിയത്? നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് മറ്റാരുമില്ല, LDF ഇല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ എഴുതി വെച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം യാതൊരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ജനങ്ങളുടെ പണം എന്തിനാണ് പാഴാക്കിയത്? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ ഭരിക്കുന്ന കാലത്ത് ചെലവഴിച്ച തുകകൾ മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെടുകയാണ്. It won't be surprising if we lose some sitting seats like നേമം, വാമനപുരം, നെയ്യാറ്റിൻകര, കാട്ടാക്കട ആൻഡ് അരുവിക്കര. തലസ്ഥാനത്ത് കൈവിട്ടു പോകുമെന്ന് ഉറപ്പായ സീറ്റുകൾ വരെ അവര് വ്യക്തമായിട്ട് കണക്ക് കൂട്ടി പറയുകയാണ്. അപ്പൊ നിങ്ങളെ തുടർച്ചയായിട്ട് 10ഉം 13ഉം 14ഉം സീറ്റുകൾ നൽകി വിജയിപ്പിച്ച തലസ്ഥാനവാസികൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? തുടർച്ചയായിട്ട് നിങ്ങൾ അധികാരത്തിലേറ്റി, തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ നൽകി, തിരിച്ചവര് നിങ്ങൾ അവരെ തിരിഞ്ഞു കൊത്തി. അത് ഷാജി എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ട്രിവാൻഡ്രം മെട്രോ പിണറായി ഉണ്ടാക്കി. വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പിണറായി പണി തുടങ്ങി. ഹാർബർ കണക്റ്റിംഗ് റോഡ് തുറന്നു. പൂവാർ കപ്പൽ നിർമ്മാണശാല പണി തുടങ്ങി. പിണറായിക്ക് ജയ്. അപ്പോൾ ഭരണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തലസ്ഥാനത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതുപോലെ കൊല്ലമായാലും കോഴിക്കോടായാലും അവിടെയുള്ള ജനങ്ങൾ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളുടെ ഇരട്ടി നിറവേറ്റി കൊടുക്കലാണ് ഓരോ ഭരണ കാലഘട്ടത്തിലും ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അവരെ കൊഞ്ഞണം കുത്തുന്ന തരത്തിൽ ആർഭാടവും അകമ്പടിയുമായി ജീവിച്ചവർ ഇപ്പൊ കണക്കെടുക്കുകയാണ്. ഞങ്ങൾക്ക് 14 സീറ്റിൽ നിന്ന് 6ഉം 7ആയിട്ട് 100 സീറ്റുകളിൽ നിന്ന് 50ഉം 25ഉമായിട്ടുമൊക്കെ ചുരുങ്ങും എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഭരണകൂടം ജനങ്ങളെ ഇപ്പോഴും കളിയാക്കുകയാണ്. ഈ ഭരണം എങ്ങനെയായിരിക്കണമെന്നും ഭരിക്കുന്ന മന്ത്രിമാർ ഏത് നിലവാരത്തിലുള്ളവർ ആയിരിക്കണമെന്നും തെളിയിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഒരു സുഹൃത്ത് സത്യൻ മാഷ് എനിക്ക് അയച്ചു തന്നു. പേര് കേട്ടിട്ട് മലയാളിയാണ്, മലയാളി റൂട്ടുകളുള്ള പേരാണ്. വിവിയൻ ബാലകൃഷ്ണൻ, സിംഗപ്പൂരിലെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററാണ്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഒരു ക്ലാരിറ്റി, ലോകത്തോട് മുഴുവനുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വിഷയത്തോട് അദ്ദേഹത്തിനുള്ള ക്ലാരിറ്റി, ഹോർമോസ് തുറമുഖം ഒരു കാരണവശാലും തടയാൻ പാടില്ല, അവിടെ ടോൾ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി അദ്ദേഹം നിയമ സംവിധാനത്തിന്റെ സഹായത്തോടെ ജനങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. മലാക്ക മാക്സിന്റെ ഉദാഹരണം അദ്ദേഹം എടുത്ത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഈ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, ഒരു ചിത്രം കാണിക്കാൻ പറ്റും. വീഡിയോ ആവശ്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാം, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഒരു കാര്യം സംസാരിക്കുന്നതിന്റെ സ്ഫുടതയോടുകൂടി വ്യക്തതയോടെ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ആ ആശയം കൺവേ ചെയ്യുന്ന തരത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഭരണാധികാരി സംസാരിക്കുന്നത്. ഇതിന്റെ 10,000-ത്തിലൊരംശം സംസാരിക്കുവാൻ കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഒരാൾ, മരുന്നിനെങ്കിലും ഒരാളെ കാണിക്കാനുണ്ട്. വാഴ സെക്കൻഡ് അല്ല, മരവാഴ സെക്കൻഡ്.